ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം വെച്ചാൽ നമ്മുടെ ലില്ലി ഇന്ന് പ്രസവിച്ചു. ഇന്നലെ ഇന്നലെ 6 മണി തൊട്ട് രാത്രി 10 മണി അല്ലെങ്കിൽ ഒരു 9 മണി വരെ ആ ഒരു പ്രസവത്തിൻ്റെ ഒരു ഇതായിരുന്നു ആരും കാണിച്ചിട്ടുണ്ടിരുന്നത്. ശരിക്കും ഒരു ഉച്ചയ്ക്ക് ആളൊരു സിംറ്റംസ് കാണിച്ചിരുന്നു. ഞങ്ങൾ കരുതി ഉച്ചയ്ക്കായിരിക്കുള്ളൂ എന്ന് കരുതി, പക്ഷെ ഉച്ചയ്ക്കായില്ല. പിന്നെ 6 മണിക്ക് നല്ല രീതിയിൽ ഇതായി. അപ്പോൾ 6 മണി തൊട്ട് പിന്നെ ആ ഒരു ടൈം ഇത്തിരി ഡിലേ ആയിരുന്നു. കാരണം ലാസ്റ്റ് കുഞ്ഞ് വരാനായിട്ട് ഇച്ചിരി സമയം പിടിച്ചു. സാധാരണ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ സത്യം പറയുന്നത് നല്ലൊരു സന്തോഷമായൊരു ദിവസം കൂടിയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. സോറി, നമ്മളിതിൽ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചു. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ലില്ലിയുടെ ഡെലിവറി എടുക്കുന്നത്. ഫസ്റ്റത്തെ ആ ഒരു പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഡോക്ടറോട് ചോദിച്ചിട്ടും വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നോക്കിയത്. പിന്നെ അതിനുവേണ്ടി പ്രിപ്പറേഷൻ ചെയ്തു. കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഈ പ്രാവശ്യത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഷിക്സു പോലത്തെ ഡോഗ്സ് അല്ലെങ്കിൽ കുഞ്ഞു ഡോഗ്സിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മൂക്ക് ചെറിയ മൂക്കാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ശ്വാസ തടസ്സം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഈ നന്നായിട്ട് അവർ മുക്കിയാലാണ്, അതായത് നമ്മളിപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ഫോഴ്സ് ചെയ്ത് മുക്കുമ്പോഴാണ് ഈ കുഞ്ഞ് പെട്ടെന്ന് പുറന്തള്ളി വിടുന്നത്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഡോഗ്സ്, ഇപ്പോൾ ഷിക്സുവിന് തന്നെ പല ബ്രീഡും ഉണ്ട്. അപ്പോൾ ആ ബ്രീഡിൽ പെട്ടത് ചിലപ്പോൾ നല്ല അഗ്രസീവ് അല്ലെങ്കിൽ എല്ലാം ഉണ്ടാകും. പക്ഷെ ചില ഡോഗ്സിനൊക്കെ അവരുടെ കൂടെ ഒരാൾ വേണം, എപ്പോഴും ഒരു പേടി ഉണ്ടാവും. അപ്പോൾ ലില്ലി ശരിക്കും ഞങ്ങളൊപ്പം വളർന്നുകൊണ്ടും പിന്നെ ലില്ലിക്ക് എന്ത് ചെയ്യണമെങ്കിലും ഞങ്ങൾ കൂടെ വേണം. ആ ഒരു ഇതുള്ളതുകൊണ്ട് ഇപ്പം നമ്മൾ മാറി നിൽക്കുകയാണെങ്കിലും ആളെ ഒറ്റയ്ക്കിട്ട് റൂമിലാക്കി നമ്മൾ മാറി നിന്ന് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അവിടെ നിന്ന് എഴുന്നേറ്റ് നമ്മൾ വിളിക്കും. അപ്പം ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ തന്നെയാണ്, താഴത്താണ് കിടക്കുന്നത്. അവിടെ ബെഡ് ഉണ്ട് അവൾക്ക് മാത്രമായിട്ട്. അപ്പോൾ ഈ ഡെലിവറി ആയതുകൊണ്ട് ഒരു റൂം നമുക്ക് സെപ്പറേറ്റ് കിട്ടിയുണ്ട്. ആ റൂമിലേക്ക് നമ്മൾ മാറ്റി. അപ്പോൾ നമ്മൾ പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ നിന്നോട്ടെ, ഒരു പ്രൈവസി ആവട്ടെ. കാരണം പ്രസവ സമയത്ത് മെയിനായിട്ട് കാം ആൻഡ് ക്വറ്റ് ആവണം. നല്ല ശാന്തമായൊരു അന്തരീക്ഷവും എല്ലാം കൊണ്ടും അവൾക്കൊരു ഇത് വേണം. എന്നാൽ ഓവർ തണുപ്പാകാൻ പാടില്ല, ഓവർ ചൂടാകാൻ പാടില്ല, ഒരു മീഡിയം ലെവലിലാവണം. പിന്നെ ഇവർക്ക് പെട്ടെന്ന് ശരീരം ഇതാവും, വിറയൽ വരും. പിന്നെ എന്താ പറയുക, അതായത് ഈ അവരുടെ വയറ്റിലുണ്ടാകുന്ന കുറേ മാറ്റങ്ങൾ പുറമേ കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി. പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോകുന്നു. പക്ഷേ ആൾക്ക് നമ്മളില്ലാതെ പറ്റില്ല. ഇപ്പോൾ വൈഫിനാണെങ്കിൽ ചെയ്യാൻ ഇത്തിരി പേരുണ്ട്, ഞാൻ തന്നെ ചെയ്യുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഇത്തിരി വട്ടം തിരിഞ്ഞു പോയി. കാരണം വെച്ചാൽ ഈ ഡെലിവറി വരാനായിട്ട് സത്യം പറഞ്ഞാൽ ഇത്തിരി സമയമെടുത്ത്. ഇവളാണെങ്കിൽ അതിയായിട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്യില്ല. നല്ല രീതിയിൽ ഫോഴ്സ് ചെയ്താലാണ് പെട്ടെന്ന് കുഞ്ഞ് ചാടി പോരുള്ളൂ. ഇത് പകുതി എത്തി കഴിയുമ്പോൾ അവളിങ്ങനെ നിർത്തും. എന്നിട്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് കഴിയുള്ളൂ. അപ്പം മുമ്പത്തെ പ്രസവത്തിൽ ഇപ്പം ഓരോ അരമണിക്കൂർ അനുസരിച്ചാണ് പ്രസവിച്ചിരുന്നത്. ലാസ്റ്റ് കുഞ്ഞ് വരാനായിട്ട് വന്നപ്പോൾ രണ്ട് കുഞ്ഞും ആദ്യത്തെ ഡെലിവറിയിൽ 2 കുഞ്ഞിൻ്റെയും തല ആണ് ആദ്യം വന്നത്. മൂന്നാമത്തെ കുഞ്ഞായപ്പോൾ കാല് മാത്രം വന്നപ്പോൾ ഇത്തിരി പേടിച്ചു പോയി. കാരണം വെച്ചാൽ പെട്ടെന്ന് വരണമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ആ ബ്ലാഡറും പൊട്ടിയപ്പോൾ ഇവർക്ക് ഒരു 2 മിനിറ്റും കൂടി ശ്വാസം നിൽക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പേടി. കാരണം നമ്മൾ എടുക്കുമ്പോൾ ഗ്ലൗസ് ഇട്ടാണെങ്കിലും എന്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിലും കൈ വഴുവഴുപ്പുള്ളതുകൊണ്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊള്ളും. അപ്പം നമ്മൾ മാക്സിമം പറ്റുന്ന പോലെ ഞാൻ പരമാവധി ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇത് ഒരു പിടിക്കുന്നതിനൊക്കെ ഒരു മയമുണ്ട്. ആ മയത്തിൽ നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ ഒരു ജീവൻ നിൽക്കുന്ന ഒരു ഇതാണ്. പെട്ടെന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഞെക്കിപ്പോയി കഴിഞ്ഞാൽ കഴിഞ്ഞത്. അപ്പോൾ ഒരു കണക്കിന് വലിച്ചെടുത്ത് തയ്ക്കി. പക്ഷേ ഈ പ്രാവശ്യം ഫസ്റ്റത്തെ കുഞ്ഞ് വരാനായിട്ട് ടൈം എടുത്തു. മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ വീട്ടിൽ 3 പേരിപ്പുണ്ട്. അപ്പോൾ ആ 3 പേരുള്ളതുകൊണ്ട് ഇവരുടെ ഒച്ചയും ബഹളായപ്പോൾ മൊത്തത്തിൽ അവൾക്കൊരു ഇതായി. അപ്പോൾ അതുകൊണ്ട് പിന്നെ മാക്സിമം ഞാൻ ഒന്ന് പിടിച്ച് നല്ല രീതിയിൽ ഇതാക്കി കൊടുത്ത് വലിച്ചെടുത്തു. പക്ഷേ മുമ്പത്തെ കാണിക്കുന്നതിനേക്കാളും കൂടുതൽ ഇപ്പോൾ സ്നേഹം കൂടുതലുണ്ടായിരുന്നു. കാരണം വെച്ചാൽ മുമ്പ് ഓരോ കുഞ്ഞും വരുന്നതനുസരിച്ച് ഇവൾക്ക് വലിയ പ്രശ്നമില്ല, നക്കി കൊടുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു കുഞ്ഞ് വന്ന് ആ കുഞ്ഞിനെ നക്കിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളൂ. അതായത് ഈ നക്കുന്ന സമയത്ത് അടുത്ത കുഞ്ഞ് വരാൻ വേണ്ടി ടൈം വേഗം വരാൻ വേണ്ടിയുള്ളൊരു ഇതായിക്കൊണ്ടിരിക്കും. പക്ഷേ ആ ഫോഴ്സ് ചെയ്യണ ആ സമയത്ത് ഇവളെന്ത് ചെയ്യും, ഈ കുഞ്ഞിനെ നക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കുഞ്ഞിനെ നക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെയ്യാനുള്ള ടെൻഡൻസി അവിടെ കുറഞ്ഞു പോകും. അങ്ങനെ കുറേ സമയം ഇതായിപ്പോയി.
ഇനി കുഞ്ഞിനെ മാറ്റി നിർത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിലും ഇവള് സമ്മതിക്കണില്ല. ഇവള് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയും ചെയ്യേണ്ട, അവസാനം ഒരു മയത്തിൽ പിടിച്ച് ആളെയും കുഞ്ഞിനെയും കൺഫ്യൂസ്ഡ് ആക്കാത്ത രീതിയിൽ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പയ്യെ ഒന്ന് അടുത്തന്നെ എടുത്തു. നമുക്ക് വന്നേക്കുന്നത് ഈ പ്രാവശ്യം 3 കുഞ്ഞുങ്ങളിൽ 2 ഫീമെയിലും 1 മെയിലുമാണ്. ആദ്യത്തേൽ 2 മെയിലും 1 ഫീമെയിലായിരുന്നു. അതിലൊരു മെയിൽ നമ്മൾ കൊടുത്തു, ഇനിയിപ്പോൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളിനി കൊടുക്കാനുള്ള ഇതിലാണ്. മെയിനായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലിപ്പോൾ ഇത്ര ആയതുകൊണ്ട് നമുക്ക് വീട്ടിലെന്തായാലും ഒത്തു പോകില്ല. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം കൊടുക്കുന്നുണ്ട്. ഒരു 20 ഡേയ്സ് കഴിയുമ്പോൾ എന്തായാലും 50 ഡേയ്സ് കഴിയുമ്പോൾ കണ്ണ് തുറക്കും. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ കൊടുക്കാൻ പ്ലാൻ. അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യാം. നമുക്ക് എല്ലാ ഏരിയയിലും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ എമൗണ്ട് അല്ല, നമ്മളൊരു 9 രൂപ 10 രൂപ റേഞ്ചൊക്കെയാണ്. നമ്മളതിനും കുറച്ച് തരാം. നന്നായിട്ട് നോക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രശ്നവുമില്ല, നമുക്ക് പ്രൈസ് കുറയ്ക്കാൻ തയ്യാറാണ്. അപ്പോൾ അത് നോക്കാം നിങ്ങൾ. പിന്നെ നന്നായിട്ട് വളർത്തുക, ഒരു കുഞ്ഞിനെ പോലെ തന്നെ, അതേ പറയാനുള്ളൂ. പിന്നെ നിലവിൽ ഒരു മെയിൽ 5 മന്ത് മെയിലുണ്ട്. അത് നമ്മൾ ഷോർട്സിലൊക്കെ കാണാം. ബ്രൂണോ എന്ന് പറയുന്നത് തെരുവ് വണ്ണമുള്ളത്, അതിനെ കൊടുക്കുന്നുണ്ട് നമ്മൾ. കാരണം ഒന്നും നമുക്ക് ഇതായി വരുന്നില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് നോക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം പല സ്ഥലങ്ങൾക്ക് പോകേണ്ടി വരും. നമുക്ക് യാത്രകൾ ഒരുപാട് വരുന്നുണ്ട്, ഞങ്ങൾ വീട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആവശ്യമുള്ളവർ പറയാം. കുറേ ആൾക്കാർ ഇപ്പോൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊന്നായിട്ട് വേണം കാര്യം ചെയ്യാനായിട്ട്. കുറച്ച് ദൂരം നിന്നൊക്കെ വരുന്നുണ്ട്. ഇന്നലെ ആയിട്ടൊന്നും അപ്പോൾ തന്നെ കുറച്ച് മെസ്സേജൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ മെയിനായിട്ടും നമ്മുടെ ഡോഗ്സിൻ്റെ അഗ്രസീവുള്ള ഡോഗുണ്ട്, അഗ്രഷൻ ഇല്ലാത്തതുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞ് ഇപ്പോൾ പ്രസവിക്കുന്ന സമയത്ത് ആളെന്താവണം നമുക്ക് അവർക്ക് വേണ്ടി അവർ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ മാക്സിമം അവർക്ക് വേണ്ടി ചെയ്യുക. പിന്നെ 15 ദിവസമാണ് ഈ കണ്ണു തുറക്കുന്ന സമയം. ഈ 15 ദിവസം നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ കൂടെ വേറെ ഡോഗ് ഉണ്ടെങ്കിലും മാക്സിമം അടുപ്പിക്കാതെ കണ്ണ് തുറന്ന ശേഷം മാത്രം കാണിക്കാൻ നോക്കുക. ഇനിയിപ്പോൾ നിലവിൽ അവർ പിന്നെ കളിക്കൂട്ടാണെങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് കൊടുക്കാം. പക്ഷേ ചിലവർക്ക് ഇവർ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു മണമുണ്ട്, അത് മണം പിടിക്കില്ല. പിന്നെ അമ്മ ഡോഗ് എന്തായാലും അടുപ്പിക്കില്ല, കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ട് അടുപ്പിക്കുകയുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെ സംഭവമുണ്ട്. പിന്നെ ഈ പറഞ്ഞ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കണം. തീരെ ഇപ്പോൾ ഡെലിവറി എടുക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ മാക്സിമം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നിന്ന് ചെയ്യിപ്പിക്കുക. എടുക്കാൻ പറ്റും, ധൈര്യമുണ്ടെന്നാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ ഒരു കത്രിക വേണം, ഒരു ചെറിയൊരു നൂല് വേണം, നല്ലൊരു കോട്ടൺ തുണി വേണം, പിന്നെ ടിഷ്യൂ എടുത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ ഇവർക്ക് വെറ്റ് ടിഷ്യൂ ഉണ്ടാകും, അത് ഇവർക്ക് ഇപ്പോൾ പുരട്ടാതിരിക്കുക. കാരണം കുഞ്ഞുങ്ങൾക്കത് പറ്റില്ല. അത് ഈ പറഞ്ഞ കണ്ണൊക്കെ തുറന്ന് ഒന്ന് പയ്യെ നടന്ന് വെച്ച് നടന്ന് വരുമ്പോൾ മാത്രമേ എന്തെങ്കിലും ചെറിയ രീതിയിൽ ചെയ്യാവുള്ളൂ. പിന്നെ അമ്മ ഡോഗിന് മെയിനായിട്ട് ഇപ്പോൾ നല്ലൊരു പോഷകമാഹാരം, മുട്ടയുടെ വെള്ള, ഉണ്ണിയില്ലെങ്കിൽ കുഴപ്പമില്ല വെള്ള. പിന്നെ ചിക്കൻ ഞങ്ങൾ കൊടുക്കാറില്ല, കൂടുതലും ഈ സ്വീറ്റ് പൊട്ടാറ്റോ, മുട്ട അതൊക്കെയാണ് മെയിൻ കൊടുക്കണം. ചിക്കൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ചിക്കൻ കൊടുക്കുകയാണെങ്കിൽ ഉപ്പിടരുത്, പുഴുങ്ങിയിട്ട് നല്ല മാംസമുള്ളത് മാത്രം നന്നായിട്ട് വെന്തിട്ട് കൊടുക്കണം. ചിലതൊക്കെ ചവച്ച് പറ്റൂല. ചില ചിക്കനൊക്കെ പല്ല് ചെറുതാണെങ്കിലും ചവച്ച് കഴിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കുഴകുഴാന്ന രീതിയിൽ അങ്ങനെ ആക്കാൻ നോക്കുക. പിന്നെ പപ്പി ഫുഡ് വാങ്ങുക. മിൽക്ക് പൗഡർ വേണ്ടി വരില്ല, കാരണം നല്ല രീതിയിൽ പാല് കൊടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ മിൽക്ക് പൗഡർ വേണ്ടി വരും. പിന്നെ മെയിൻ പെറ്റപ്രോയും പിന്നെ അതുപോലെ തന്നെ സ്കൈക്കാളും. ഇപ്പോൾ അവർക്ക് നല്ല രീതിയിൽ ഈ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഭ്രൂണം, അതായത് നമ്മുടെ ഇപ്പോൾ മനുഷ്യരെ പോലെ തന്നെ ഇവിടെ അത് ബ്ലാഡർ പൊട്ടി വരുമ്പോൾ അത് ഉൾപ്പെടെയാണ് വരുന്നത്. അപ്പോൾ അതവർക്ക് കഴിക്കുന്നുണ്ട്. രണ്ടാമത്തെ കേസ് ഇവർക്ക് ആ ഒരു ഹെൽത്തും ഇത്തിരി കുറവ് വരും. വീണ്ടും പഴയ പോലെ ആവാനായിട്ട് ഇത് കൈകാര്യം ചെയ്യണം. പിന്നെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്കൈക്കാൾ പെറ്റപ്രോ, അത് ചിലപ്പോൾ ഈ പ്രസവിച്ച് കഴിഞ്ഞ ശേഷം ചിലപ്പോൾ ഡയറക്റ്റ് കഴിക്കാനായിട്ട് ചിലപ്പോൾ ഒരു മടി കാണിക്കാം ചിലപ്പോൾ. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കൊടുക്കുന്ന കൊടുത്താൽ മതി. അത് 5 മില്ലി അല്ലെങ്കിൽ 5 മില്ലി, മറ്റേ സ്കൈക്കാണെങ്കിൽ 2.5 ആ ഇത് കൊടുക്കുക. അല്ലെങ്കിൽ ഫുഡിൻ്റെ കുഴപ്പം ഒരുമിച്ച് ചേർത്ത് കൊടുത്താലും മതി. 2 നേരം കൊടുക്കണമെന്നാണ് പറയണത്. പെറ്റപ്രോ 1 നേരം മതി, സ്കൈക്കാൾ 2 നേരം കൊടുക്കണം. പിന്നെ ഈ ഫുഡ് എപ്പോഴും കൊടുക്കണം, അതായത് ഇപ്പോൾ ഓരോ 5-6 മണിക്കൂർ ഇടവിട്ട് കൊടുക്കണം. ഒരുമിച്ച് കൊടുക്കാത്ത രീതിയിൽ കുറച്ച് കൊടുക്കണം. കാരണം അത്യാവശ്യം ഫുഡും വെള്ളവും അവർക്ക് അത്യാവശ്യമാണ്. ഇതൊക്കെയാണ് മെയിൻ വരുന്നത്. പിന്നെ പഴങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ അമ്മയും കുഞ്ഞും നല്ല ഹെൽത്ത് ആക്കുക. കുഞ്ഞുങ്ങളിപ്പോൾ നോക്കണ്ട, കാരണം അമ്മ എല്ലാം നോക്കിക്കോളും. നമ്മുടെ അമ്മേനെ നല്ല രീതിയിൽ ഒന്ന് കൈകാര്യം ചെയ്യുക. പിന്നെ അടുത്ത ഡോഗ് ഉണ്ടെങ്കിൽ പഠിപ്പിക്കാത്ത രീതിയിൽ അതും നോക്കി ചെയ്യുക. അപ്പോൾ മെയിൻ പറയാൻ ഇതൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷേ നമുക്ക് ഇന്നലെ ഒന്ന് ഞാൻ ടെൻഷൻ അടിച്ചു, ലാസ്റ്റത്തെ കുഞ്ഞ് വരാനായിട്ട് നല്ല രീതിയിൽ താമസം പിടിച്ചു. എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
ലാസ്റ്റത്തെ കുഞ്ഞ് വരാനായിട്ട് ഏകദേശം 1 മണിക്കൂർ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ കരുതി അവളുടെ വയറ്റിൽ, ഞാൻ വീഡിയോയിലെല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക്, അവളുടെ വയറ്റിൽ ഞങ്ങൾ ശരിക്കും വയറ് കണ്ടപ്പോൾ ഒരു 4 കുഞ്ഞ് അല്ലെങ്കിൽ 5 കുഞ്ഞ് മാക്സിമം ഞങ്ങൾ എക്സ്റേ നോക്കിയില്ല, 5 കുഞ്ഞ് അല്ലെങ്കിൽ 4 കുഞ്ഞ് കൺഫേം പ്രതീക്ഷിച്ചാണ്. പക്ഷേ വയറ് കണ്ടപ്പോൾ ഞങ്ങൾ കരുതി ഈ സംഭവം. പക്ഷേ നോക്കിയപ്പോഴാണ് ആദ്യം 2 കുഞ്ഞൊന്നുള്ളൂ. 2 കുഞ്ഞുങ്ങൾ അരമണിക്കൂറനുസരിച്ച് വന്നു. ബാക്കി 3ാമത്തെ കുഞ്ഞ് വരാൻ നോക്കിയപ്പോഴാണ് നല്ല ടൈം എടുത്തത്. അത് ഈ പറഞ്ഞ പോലെ ഈ 2 കുഞ്ഞുങ്ങൾ പ്രസവിച്ച ശേഷം ഈ 2 കുഞ്ഞുങ്ങൾ അടുത്തുനിന്ന് ഇവർ മാറാൻ 3ാമത്തെ കുഞ്ഞ് വരാൻ നോക്കിയപ്പോഴാണ് ഇത്ര സമയം എടുത്തത്. കാരണം വെച്ചാൽ ഇവൾക്ക് അരമണിക്കൂർ വെച്ച് വരുന്ന കാര്യമുള്ളൂ. പക്ഷേ ഈ 2 കുഞ്ഞുങ്ങളെ നക്കിക്കൊണ്ടിരിക്കുമ്പോൾ അനുസരിച്ച് ഈ ചെയ്യാനുള്ള ഒരു ഫോഴ്സും അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള അവളുടെ ആ ഒരു ഇത് മാറി. പിന്നെ ആൾ ടയേർഡായി. പിന്നെ ഞാൻ വെള്ളമൊക്കെ കൊടുത്ത് സെറ്റാക്കി ഒന്നാക്കി മാക്സിമം ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് കുറച്ച് അകലെ മാറ്റി നിർത്തി ലില്ലിയോട് പറഞ്ഞ്, ലില്ലി ചെയ്യുന്ന പറഞ്ഞ് അവളെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിച്ചത്. പക്ഷേ ഈ വന്ന കുഞ്ഞാണെങ്കിൽ തലയാണ്, തലയല്ല, കാലും ഉടലാണ് ആദ്യം വന്നത്. തല വന്നില്ല, സ്റ്റക്കായി. ഓൾറെഡി ബ്ലാഡറും പൊട്ടി. ആകെ ടെൻഷൻ അടിച്ച്. എന്നിട്ട് അവസാനം എന്താ ചെയ്തത്, നമ്മൾ നല്ല രീതിയിൽ അവളുടെ അത് ഒന്ന് പൊക്കി കൊടുത്തിട്ട് എനിക്ക് എന്തായാലും കൈയിടേണ്ടി വന്ന്. കാരണം വെച്ചാൽ വന്നില്ല, ഒരു കുറച്ച് സെക്കൻഡും കൂടി വൈകി കഴിഞ്ഞാൽ എന്തായാലും കൊച്ച് മരിക്കും. കാരണം വെച്ചാൽ ഈ ഒരു ബ്ലാഡർ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ പിന്നെ ശ്വാസം കിട്ടാനായിട്ടും ഇതൊക്കെ പൊങ്ങി. കാരണം തല പുറത്താണ്, തലയെങ്കിൽ പ്രശ്നമില്ല, ഇത് ഉടലാണ് ആദ്യം വന്നേക്കുന്നത്. അപ്പോൾ പിന്നെ ഒന്നും പിന്നെ കുറച്ച് ഞാൻ പണി വിട്ട് വലിച്ചെടുത്ത് നല്ല രീതിയിലായി. അപ്പോൾ തന്നെ ഇവിടെ ഈ മുഖത്തൊക്കെ ഈ എന്താ പറയുക പതപോലെയൊക്കെ ആവും. പതപോലെ കഴിയുമ്പോൾ ഇവർക്ക് മൊത്തത്തിൽ ശ്വാസം എടുക്കാനൊക്കെ വലിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സിറിഞ്ചിൻ്റെ സംഭവം കൈവയ്ക്കണം. അത് വെച്ചിട്ട് നല്ല രീതിയിൽ ഈ 2 മൂക്കിൻ്റെയും വായിൽ നമ്മളിങ്ങനെ വലിച്ചെടുക്കണം. അപ്പോൾ പിന്നെ ഇവർക്ക് ശ്വാസം വരും. പിന്നെ പെട്ടെന്ന് മുല കുടിപ്പിക്കണം. മുല നല്ല രീതിയിൽ 2 കൈ വെച്ച് അമർത്തി കുടിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. അമർത്തി കുടിക്കാതെ മുല വലിച്ചെടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും വായിന്ന് വലിച്ചുകൊണ്ടിരിക്കണം, ഇത് സിറിഞ്ചിട്ട് ചെയ്യണം, എന്നിട്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ മാക്സിമം അതിനെ ചെയ്യിപ്പിക്കണം. പിന്നെ ബാക്കി 2 കുഞ്ഞുങ്ങൾ ഓൾറെഡി മുല കുടിക്കുന്നുണ്ടാകും. അപ്പോൾ ഇതിനെ നമ്മൾ കുടിച്ചില്ലെങ്കിൽ ഇതിനെ കുടിപ്പിക്കാൻ നോക്കി ശ്രമിച്ച് കുടിപ്പിച്ച് കഴിഞ്ഞാലാണ് ആ കൊച്ചൊരു പൂർണ്ണ ആരോഗ്യവാനായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ പണിയാവും. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പ്രസവം എന്ന് പറയുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, പാനിക്കാവാം. അപ്പോൾ എല്ലാം നമ്മൾ കരുതിരിക്കണം. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ എന്തായാലും ഡെലിവറിയുടെ വീഡിയോ ഞാൻ ഇട്ട് കാണിച്ചു തരാം. കുറേ ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം, കമൻറ്റിൽ ഇട്ടാൽ മതി. ഇനി ആവശ്യമുള്ള നമ്പറും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നല്ലൊരു വീഡിയോസിൽ വരാം. പിന്നെ കുറേ കെയറിങ് കാര്യങ്ങളൊക്കെ ഞാൻ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇടുന്നതാണ്. എല്ലാവരും കൂടെ നിൽക്കാം. ഓക്കെ.